യോഗം നമ്പർ 7 ദുഷ്പർശകാദി കഷായം. സിമ്പിൾ യോഗമാണ്, 2 വരിയേ ഉള്ളൂ. ദുഷ്പർശകേന വില്വേന യവാന്യ നാഗരേണവ ഏകൈകേന അഭിസംയുക്ത പാഠ ഹന്ത്യർഷസാം രുചാം. ഇതിലുള്ള 4 ഡ്രഗ്, അതായത് ദുഷ്പർശ, വില്വം, യവാനി, നാഗരം, ഈ 4 ഡ്രഗ് ഒരുമിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനോടോ എന്ത് ചേർക്കണം? ഏകൈകേന അഭിസംയുക്ത പാഠ എന്ന് പറയുന്ന ഡ്രഗിനോട് ചേർത്ത് ഈ മേളിൽ പറഞ്ഞ 4 ഡ്രഗും പാഠയും കൂടെ ചേർത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗും പാഠയും കൂടെ ചേർത്തോ നമുക്ക് കഷായം വെക്കാം. അതെന്ത് നൽകുന്നു? നമുക്ക് ഹന്തി അർഷസാം രുചാം, അർഷസിലുണ്ടാകുന്ന രുച മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കഷായമാണ് ദുഷ്പർശകാദി കഷായം. അപ്പോൾ അർഷസ് എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ എല്ലാത്തരം അർഷസിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഓരോ കണ്ടീഷനുണ്ട് അർഷസിൽ. അതിൽ അർഷസിലുണ്ടാവുന്ന വേദന, അതായത് നമ്മൾ വയറ്റിൽ നിന്നൊക്കെ പോയി കഴിയുമ്പം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു വേദന, കുത്തിനോവ്, പുകച്ചിൽ, അതൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ദുഷ്പർശകാദി കഷായം. പക്ഷേ എല്ലാത്തരം അർഷസിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാത്രം നമ്മൾ മെഡിസിൻ കഴിക്കുക, മെഡിസിൻ ഉപയോഗിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ഡ്രഗാണ് ഉള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ ഡ്രഗ് ദുഷ്പർശ കൊടിത്തുവ, ട്രാജിയ ഇൻവുളുക്രേറ്റ, വില്വം കൂവളം, ഏഗിൾ മാർമലോസ്, യവാനി ജീരകം എന്നും അയമോദം എന്നും പറയുന്നവരുണ്ട്. ജീരകം ആണ് കോട്ടക്കലിൻ്റെ ദുഷ്പർശകാദി കഷായത്തിലൊക്കെ നമ്മൾ ജീരകമാണ് ചേർക്കുന്നത്. മറ്റ് ചില കഷായങ്ങളിൽ, മറ്റ് ചില കമ്പനിയിലൊക്കെ അയമോദകമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ക്യുമിനം സൈമിനിയാണ് ചില ഇതിലുള്ളത്, അതായത് ജീരകം. അയമോദകമാണെങ്കിൽ ട്രാക്കിസ്പെർമം അമ്മിനി. ഇനി നാഗരം, ചുക്ക്, സീഞ്ചിപറപുഷ്നയിൽ അറിയാം. പാടക്കിഴങ്ങ്, സൈക്ലിയ പെൽറ്റേറ്റ. അപ്പോൾ ഈ 4 ഡ്രഗ്, ഫസ്റ്റിലുള്ള 4 ഡ്രഗ് ഒരുമിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നു കൂടിയോ, അതാണ് ഏകൈകേന അഭിസംയുക്ത എന്ന് പറഞ്ഞാൽ. ഒന്നോ ഇതിലേതെങ്കിലും, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ 4 ഡ്രഗും ഒരുമിച്ചോ പാഠക്കിഴങ്ങിനോട് ചേർത്ത് കഷായം വെച്ച് കഴിക്കാം. അപ്പോഴാണ് നമുക്ക് ഹന്തി അർഷസാം രുചാം, അർഷസിലുണ്ടാകുന്ന രുചിയെ മാറ്റുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ കഷായം കേട്ടോ.